നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ ദോശ വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് മൈസൂർ മസാല ദോശ അല്ലെങ്കിൽ ബീട്രൂട്ട് മസാല ദോശ. അപ്പോൾ പേര് കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഈ ദോശ ബീട്രൂട്ട് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി ദോശയാണ്. എന്നാൽ ഇതൊരു പിങ്ക് കളറിലൊക്കെ വരുന്നതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും കഴിക്കാനൊരു പ്രത്യേക ഇൻട്രസ്റ്റ് വരുന്നതും നല്ല ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു ദോശയാണ് ഈ മൈസൂർ മസാല ദോശ അല്ലെങ്കിൽ ബീട്രൂട്ട് മസാല ദോശ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചെറിയ ബീട്രൂട്ട് ഒന്ന് വേവിച്ച് നമുക്ക് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 ഉരുളക്കിഴങ്ങാണ്. അതായത് നമ്മളെടുക്കുന്ന ബീട്രൂട്ടിൻ്റെ ഒരു ഡബിൾ എമൗണ്ട് ഓഫ് ഉരുളക്കിഴങ്ങ് എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങും നന്നായിട്ട് വേവിച്ച് ഈ ബീട്രൂട്ടിനൊപ്പം തന്നെ ഇട്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ ഞാൻ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം അതിനകത്തേക്ക് ഒരല്പം ഉള്ളിയും പച്ചമുളക്, എരിവ് ഒത്തിരി വേണ്ടവർക്ക് അല്പം പച്ചമുളകും കൂടി ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈസൂർ മസാലയ്ക്കുള്ള ദോശയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. വേണേച്ച ഇച്ചിരി മല്ലിയിലയും കൂടി ഇടാം. ഇനി നമ്മുടെ സാദാ ദോശയുടെ മാവ് തന്നെയാണ്. അത് നന്നായിട്ട് ചൂടായ കല്ലിലേക്ക് കോരി ഒഴിക്കുക. കോരി ഒഴിച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നിങ്ങൾ എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നെയ്യെല്ലാം എല്ലായിടത്തും ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ മസാല ചെറുതായി ഈ ദോശയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് പറ്റുന്നത്രത്തോളം എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് സവാള, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില, പച്ചമുളക് എല്ലാം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇച്ചിരി എടുത്തിട്ട് കൊടുക്കുക. പിന്നെ ഒരല്പം ചീസ് കൂടെ ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഇടുന്നു. ബട്ടർ ഉണ്ടെങ്കിൽ ഇച്ചിരി ബട്ടറും കൂടി ചേർത്താലും നല്ലതാണ്. ഞാനിവിടെ ഇപ്പം ചീസ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്, ആ ചീസും മസാലയും എല്ലാം കൂടി. നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ദോശ മടക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിൽ പറയുക. ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.